നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. So let's see more about it. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ നമ്മൾ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിന്റെ വേറൊരു പേരാണ്, അനദർ നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ 4 ഓപ്ഷൻസ് എന്തായാലും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ എന്ന് ആയിരിക്കും. അപ്പോൾ ദ റൈറ്റ് ആൻസർ ഇസ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷർ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനൊക്കെ മുന്നേ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് കോൾഡ് ക്രെഡിറ്റ് കൺട്രോൾ. അല്ലെ, ക്രെഡിറ്റ് കൺട്രോൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ക്രെഡിറ്റ് എന്നുള്ള വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് ലോൺ എന്നുള്ളതാണ്. ലോൺ എല്ലാവർക്കും അറിയാം ലോൺ എന്താണെന്ന്. നമ്മൾ ബാങ്കിൽ പോയിട്ട് പൈസ കടം ബാങ്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെ, ബാങ്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കടം വാങ്ങിക്കുന്നു. ദിസ് ഇസ് ലോൺ. ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ എഗ്രിമെന്റോ പ്രമാണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേറെ ഏതെങ്കിലും അസറ്റോ ഒരു മോർഗേജ് സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോൺ എടുക്കുന്നത്. അപ്പോൾ ഈ ലോൺ എമൗണ്ട് നമ്മൾ ഒരാൾ വാങ്ങുന്നു, എന്നിട്ട് ഈ ലോൺ എമൗണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടായിരിക്കും. ഒന്നുകിൽ ഞാൻ ഒരു ബിസിനസ് തുടങ്ങാനായിരിക്കും ഈ ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഹൗസ് കൺസ്ട്രക്ഷനിന്റെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും ഈ ലോൺ എടുക്കുന്നത്. നമുക്ക് പല പല ലോൺസ് അവൈലബിൾ ആണ്. വെഹിക്കിൾ ലോൺ അവൈലബിൾ ആണ്, പേഴ്സണൽ ലോൺ അവൈലബിൾ ആണ്, ഗോൾഡ് ലോൺ അവൈലബിൾ ആണ്, അല്ലെ. ഗോൾഡ് ലോൺ ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെനാറിയോയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഹൗസിംഗ് ലോൺ അവൈലബിൾ ആണ്. അങ്ങനെ പല രീതിയിൽ ലോൺസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഈ ലോൺ എല്ലാം കൂടി നമ്മുടെ ഇക്കോണമിയിൽ എത്തുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ ഒരു ഇമ്പാക്ട്? ലോൺ എല്ലാം കൂടി ഇക്കോണമിയിൽ എത്തുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് വുഡ് ബി ഇൻക്രീസിങ് ദ മണി സപ്ലൈ ഇൻ ദി ഇക്കോണമി, അല്ലെ. ഇക്കോണമിയുടെ മണി സപ്ലൈ അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കയ്യിൽ അന്ന് വരെ ഇല്ലാത്ത പൈസ നമ്മൾ ബാങ്കിൽ ചെന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഈ പൈസ ചെലവഴിക്കുന്നു. അപ്പോൾ ഈ പൈസ എത്രയും കൂടി ഇക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെ. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ ഇക്കോണമിയിൽ ഈ മണി സപ്ലൈ ഉയർന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു സംതിങ് പ്രോബ്ലമാറ്റിക്. ഒരു പരിധിയിൽ കൂടുതൽ ഇക്കോണമിയിൽ മണി സപ്ലൈ ഉയർന്നാൽ ദാറ്റ് വിൽ ലീഡ് ടു സംതിങ് കോൾഡ് ഇൻഫ്ലേഷൻ. എന്തുകൊണ്ടാണ് അത് ഇൻഫ്ലേഷൻ കാരണമാകുന്നത്? അതായത് നമ്മുടെ ഇക്കോണമിയിൽ നമ്മൾക്ക് തന്നെ അറിയാം കുറച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പല രീതിയിൽ, ചെരുപ്പെങ്കിൽ ചെരുപ്പ്, ഡ്രസ് മെറ്റീരിയൽ എങ്കിൽ ഡ്രസ് മെറ്റീരിയൽ, ഫുഡ് എങ്കിൽ ഫുഡ്. അപ്പൊ ഇതെല്ലാത്തിനും ഒരു കണക്കുണ്ട്, അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ കുറേ പൈസ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കലി വി ഹാവ് എ ടെൻഡൻസി ടു സ്പെൻഡ് ദ മണി. നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പൊ പല തരത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും, അല്ലെ. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഈ പൈസ സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ഫീസ് ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പൈസ ലോൺ ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ഫീസ് അടയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഫീസ് ചെല്ലുന്ന ഒരു ബോഡി ഉണ്ട്, ഐ മീൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഈ ഫീസ് അടയ്ക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കയ്യിൽ ഒരുപാട് പൈസ വന്നു. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പൊ അവർ ഈ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ഇക്കോണമിയിലേക്ക് പൈസ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ. അഗൈൻ നമ്മൾ ഒരു കാർ ലോൺ എടുക്കുന്നു, കാർ ലോൺ അല്ലെങ്കിൽ 2 വീലർ ലോൺ വാട്ട് എവർ നമ്മൾ എടുക്കുന്നു. ഈ പൈസ നമ്മൾ ഈ വാഹനം വാങ്ങുന്ന കമ്പനിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഈ വാഹനം വാങ്ങുന്ന കമ്പനി അഗൈൻ അവര് മൊത്തവും കൂടി എടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യലല്ലോ ചെയ്യുന്നത്, അവരും സ്പെൻഡ് ചെയ്യും. അപ്പോഴും വാട്ട് ഈസ് ഹാപ്പനിങ്? ദിസ് മണി വിൽ ബി സർക്കുലേറ്റിംഗ് ഇൻ ദി ഇക്കോണമി. ഓട്ടോമാറ്റിക്കലി ഇത് ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. അപ്പൊ ഇൻഫ്ലേഷൻ ഒരു പരിധി കൂടുതൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ മേക്ക് ദിസ് സെനാരിയോ ഡിമാൻഡ് എക്സീഡിങ് സപ്ലൈ. ഇക്കോണമിയിൽ ഒരുപാട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും, പക്ഷെ സപ്ലൈ അത് കണ്ട് കൂടണം എന്നില്ല. ദിസ് വുഡ് ഹാപ്പൻ. അപ്പോൾ ഈ ഒരു സെനാരിയോനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക് അതിഭയങ്കരമായിട്ടുള്ള മെഷേഴ്സ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ
ഇവിടെ സെൻട്രൽ ബാങ്ക് രണ്ട് രീതിയിലുള്ള മെഷേഴ്സ് എടുക്കാം, ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലും ക്വാളിറ്റേറ്റീവ് രീതിയിലും എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ്. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ടു സീ ദ ഫ്ലോ ഓർ ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ്. സോറി. അപ്പൊ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്താണ് നോക്കുന്നത്? ലോൺ കൊടുക്കുന്നത് ഓക്കെ, ബാങ്ക് ലോൺ കൊടുത്തോട്ടെ, പക്ഷെ ബാങ്ക് എങ്ങോട്ടേക്കാണ് ലോൺ കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം സെൻട്രൽ ബാങ്കിനുണ്ട്. അപ്പൊ ചില സ്പെസിഫിക് പർപ്പസിനായിട്ട് ലോൺ കൊടുക്കണം എന്നാണ് സെൻട്രൽ ബാങ്ക് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ ഇറ്റ് കംസ് ടു അഗ്രികൾച്ചർ, ഈ അഗ്രികൾച്ചറിനൊക്കെ ലോൺ കൊടുക്കണം എന്നാണ് ആര് പറയുന്നത്? സെൻട്രൽ ബാങ്ക് പറയുന്നത്. ഈ അഗ്രികൾച്ചർ ഇസ് ആക്ച്വലി കമ്മിങ് അണ്ടർ സംതിങ് കോൾഡ് പ്രയോറിറ്റി സെക്ടർ. അപ്പൊ പ്രയോറിറ്റി സെക്ടർ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സെക്ടർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. ഫുഡ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും? ഇല്ല. അപ്പൊ ഫാർമേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണ്ടേ? ഫാർമേഴ്സിന് ഒരു പൈസയുടെ ആവശ്യം വരുമ്പോ അത് കൊടുത്ത് സഹായിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സിനില്ലേ? പക്ഷെ യൂഷ്വലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ദാറ്റ് കമേഴ്ഷ്യൽ ബാങ്ക്സിന് ഫാർമേഴ്സിന് പൈസ കൊടുക്കാൻ അത്ര താല്പര്യമൊന്നുമില്ല. കാരണം അവർക്കറിയാം farmers are taking a lot of risk. അല്ലെ? ഫാർമേഴ്സ് എന്താണ് ചെയ്യുന്നത്? They are like taking a lot of risk because ഇവരുടെ ക്രോപ്പ് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഫാർമേഴ്സ് എടുക്കുന്ന ആ സ്ട്രെയിനിൽ നമ്മൾ ഒരുപാട് അവരോട് കടപ്പെട്ടിരിക്കണം. കാരണം ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇവര് അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടത്തിയിട്ട് പല സമയങ്ങളിലും ജസ്റ്റ് ബിഫോർ ദ ഹാർവെസ്റ്റ് എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റി വന്നിട്ട് ഒരു ക്രോപ്പ് ലോസ് അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ ഒക്കെ വരികയാണെങ്കിൽ ഫാർമേഴ്സിന് അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടം ഉണ്ടാവും. അപ്പൊ അവർ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ട് വരികയും വീണ്ടും അത് ഫാർമർ സൂയിസൈഡ്സിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇതുകൊണ്ട് തന്നെ ബാങ്കുകാർക്ക് ഫാർമേഴ്സിന് ലോൺ കൊടുക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ RBI പറയുന്നുണ്ട്, നോ യു കാൺ സ്റ്റെപ്പ് ബാക്ക് ഫ്രം ലെൻഡിങ് ടു ഫാർമേഴ്സ്. നിങ്ങൾ ഫാർമേഴ്സിന് ലോൺ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ നമ്മളെ RBI എന്തോരം പൈസ ഇക്കോണമിയിൽ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എങ്ങോട്ടേക്കൊക്കെയാണ് ഈ പൈസ പോകുന്നത്. ഇറ്റ് വിൽ ഓൾസോ ലുക്ക് ഓൺ ടു ദ ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ്. അപ്പൊ ഇവിടെയാണ് ഈ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിന്റെ പ്രാധാന്യം വരുന്നത്. സോ ലെറ്റ്സ് സീ മോർ അബൌട്ട് ഇറ്റ്. അപ്പോൾ കമ്മിങ് ടു ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ സെൻട്രൽ ബാങ്ക് whenever it is going for qualitative credit control measure, നമുക്ക് കാണാൻ പറ്റും ചില സമയത്ത് നമ്മുടെ ഈ കമേഴ്ഷ്യൽ ബാങ്ക്സിന് ഒരു പ്രശ്നമുണ്ട്. കാരണം കമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ഓർഗനൈസേഷൻ ആണ്. പ്രോഫിറ്റ് മോട്ടീവ് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്? ബാങ്ക്. ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബാങ്ക്. അപ്പോ ഈ ബാങ്കിന് ചിലപ്പോ അത്യാഗ്രഹങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മനുഷ്യന്മാർക്ക് അത്യാഗ്രഹം വരുന്നത് പോലെ തന്നെ ബാങ്കിനും അത്യാഗ്രഹം വരാം. നമുക്കറിയാം ബാങ്കിന് എവിടെ നിന്നാണ് പ്രോഫിറ്റ് കിട്ടുന്നത്? ബാങ്ക് ലോൺ കൊടുക്കുന്നു. ലോൺ കൊടുക്കുമ്പോൾ ലോൺ വാങ്ങുന്ന ആള് ബാങ്കിന് എന്ത് കൊടുക്കുന്നു? ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പൊ ഇതാണ് ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോഫിറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് വീണ്ടും ഉണ്ട്, പക്ഷെ ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ പ്രോഫിറ്റ് സോഴ്സസ് ഫോർ ദ ബാങ്ക്സ്. അപ്പോ എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ബാങ്ക് ആര് ലോൺ വന്ന് ചോദിച്ചാലും കൊടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി പ്രോബ്ലമാറ്റിക്. ഫോർ എക്സാമ്പിൾ, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്പെക്യുലേറ്റീവ് വേയിൽ പൈസ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന് ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ചു, ബാങ്ക് ലോൺ കൊടുത്തു എന്ന് വിചാരിക്കാം. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനാണ് അയാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. അപ്പോ ഈ ബാങ്ക് അയാൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഡെഫിനറ്റ്ലി അത് ബാങ്കിനെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചർ പോലുള്ള സ്ഥലത്ത് കൊടുക്കാതെ, നമ്മളെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പോലുള്ള സ്ഥലത്ത് കൊടുക്കാതെ, അഗ്രികൾച്ചർ അതേപോലെ തന്നെ MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ എന്റർപ്രൈസസ്, ഇവർക്കൊന്നും കൊടുക്കാതെ
എന്തൊക്കെയോ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്ന ആൾക്കാർക്ക്, അതേപോലെ ഈ പൈസ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് അതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബാങ്ക് പൈസ ലോണായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഇവർക്കൊക്കെ ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ബാങ്കും കൂടെ ലോസിലേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സെൻട്രൽ ബാങ്ക് പറയാണ്, യു ഹാവ് ടു ആക്ച്വലി curtail some credit flow to unproductive sector. അൺപ്രൊഡക്റ്റീവ് സെക്ടറിലോട്ട് പോകുന്ന ലോണിന് ഒരു ലിമിറ്റ് കൊണ്ടുവരണം. വെറുതെ പണി വാങ്ങിക്കരുത്. യു ക്യാൻ ലെൻഡ് ടു സംതിങ് കോൾഡ് പ്രയോറിറ്റി സെക്ടേഴ്സ്. അവർക്ക് പ്രാധാന്യം കൊടുക്കും. കാരണം ഇവർക്ക് ലെൻഡിങ് കൊടുക്കുകയാണെങ്കിൽ, ലോൺ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഇക്കോണമി വളരുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. സോ അൺനെസസറി ആയിട്ടുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് ലോൺ കൊടുക്കരുത്. അങ്ങനെ ബാങ്കിന് കൊടുക്കാതിരിപ്പിക്കാനും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സിലേക്ക് ലെൻഡ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതേപോലെ തന്നെ ഇത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി അല്ലേ? സോറി. Now let's see some qualitative credit control tools. അപ്പൊ ഈ ടൂൾസിനെ നമ്മൾ ഓരോന്നായിട്ട് കാണാനായിട്ട് പോവാണ്. The first one is called margin requirements. മാർജിൻ റിക്വയർമെന്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കും. നമുക്കറിയാം, നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് പോവാണ്. ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഡെഫിനറ്റ്ലി വി വിൽ ബി ബ്രിങ്ങിങ് സം കൊലാറ്ററൽ അല്ലെ, വിൽ ബി ടേക്കിംഗ് സം കൊലാറ്ററൽ ടു ബാങ്ക്. ബിക്കോസ് നമുക്ക് അത് മോർഗേജ് സെക്യൂരിറ്റി ആയിട്ട് യൂസ് ചെയ്ത് അവിടെ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലോൺ കിട്ടത്തുള്ളൂ. അപ്പോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രോപ്പർട്ടിയുടെ പ്രമാണം കൊണ്ടാണ് ബാങ്കിൽ പോകുന്നത്. പ്രോപ്പർട്ടി, പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ ഉണ്ട് അല്ലെ? ഈ പ്രോപ്പർട്ടിയുടെ അത്രയും വാല്യൂ തന്നെ ബാങ്ക് നിങ്ങൾക്ക് ലോൺ ആയിട്ട് തരും. ലോൺ എമൗണ്ട് തരൂ? നോട്ട് അറ്റ് ഓൾ. എപ്പോഴും ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് കൂടുതൽ. സോ ഹിയർ കംസ് എ റൂൾ ഓഫ് മാർജിൻ റിക്വയർമെന്റ്സ്, വിച്ച് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കൊലാട്രൽ. ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടി ആണ് കൊലാട്രൽ. കൊലാട്രലിന്റെ മാർക്കറ്റ് വാല്യൂ നമുക്കറിയാം. അതും നമ്മുടെ ലോൺ എമൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ നമ്മുടെ സെൻട്രൽ ബാങ്ക് ചില സമയത്ത് ഈ മാർജിൻ റിക്വയർമെന്റ് അങ്ങ് ഇൻക്രീസ് ചെയ്യും. സെൻട്രൽ ബാങ്ക് മാർജിൻ റിക്വയർമെന്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി റിഡ്യൂസിങ് ദ ലോൺ എമൗണ്ട്. ഈ മാർജിൻ റിക്വയർമെന്റ് ഇൻക്രീസ് ചെയ്താൽ ലോൺ എമൗണ്ട് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ലോൺ ഗ്രാൻഡഡ്, ഈ ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് കുറയും. അപ്പൊ നമുക്കിത് നല്ലതാണോ? നമ്മുടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വിലയുള്ള ഒരു പ്രോപ്പർട്ടിയുടെ ആധാരമാണ് നമ്മൾ ബാങ്കിൽ പണയം വെച്ച് നമ്മൾ പൈസ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ ബാങ്കിലെ മാനേജറും സ്റ്റാഫുകളും പറയുന്നത്, ഈ ഇത്രയും വിലയുള്ള പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ കൂടി ഈ പ്രോപ്പർട്ടിയുടെ അത്ര വാല്യൂ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് RBI പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലെൻഡിങ് ചെയ്യപ്പോൾ സൂക്ഷിക്കണം. സോ മാർജിൻ റിക്വയർമെന്റ്സ് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ ലോൺ ആയിട്ട് നമുക്ക് തരാൻ പറ്റുള്ളൂ. ബിക്കോസ് വി ഹാവ് ടു ഫോളോ ദ ഗൈഡ്ലൈൻസ് ഓഫ് RBI. അപ്പൊ നിങ്ങൾക്ക് എന്തോ, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. യു ഡോണ്ട് ഫീൽ ഹാപ്പി. നിങ്ങൾ വിചാരിക്കും, ഓ അങ്ങനെയാണോ, എന്നാ അത്ര കഷ്ടപ്പെട്ട് എനിക്ക് ലോൺ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്ന പല സന്ദർഭങ്ങളും വരുമല്ലേ. സോ ദിസ് വുഡ് ബി ഡിസ്കറേജിങ് ബോറോയിങ്. മാർജിൻ റിക്വയർമെന്റ് കൂട്ടിയാൽ ബോറോയിങ് നിങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പോലും നിങ്ങൾ അങ്ങനത്തെ ഒരു ഡിസിഷൻ പോലും നിങ്ങൾ എടുക്കും. സോ നിങ്ങളെ കൊണ്ട് അങ്ങനത്തെ ഡിസിഷൻസ് എടുപ്പിക്കും ആര്? RBI. സോ നെവർ തിങ്ക് ദാറ്റ് RBI അവിടെ ഇരുന്ന് ഓരോ പോളിസി മെഷേഴ്സ് എടുക്കുന്നു, അത് RBIക്ക് വേണ്ടി, ബാങ്കിന് വേണ്ടി അങ്ങനെ ചിന്തിക്കരുത്. ഡെഫിനറ്റ്ലി ദിസ് വുഡ് ബി ഇൻഫ്ലുവൻസിങ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ RBI എടുക്കുന്ന പോളിസീസ് വഴിയൊരുക്കി തരും. ദാറ്റ് ഈസ് വാട്ട് വി കുഡ് ഫൈൻഡ്. അപ്പൊ RBI അവിടെ ഇരുന്ന് മാർജിൻ റിക്വയർമെന്റ്സ് കൂട്ടണം എന്ന് പറയുന്നു. അപ്പൊ ഇതനുസരിച്ചിട്ട് നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ബാങ്കുകാർ നമ്മളോട് പറയുന്നു, ഇപ്പൊ മാർജിൻ റിക്വയർമെന്റ്സ് കൂട്ടിയോണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ എമൗണ്ട് നേരത്തെ കിട്ടിയ അത്രയൊന്നും എമൗണ്ട് ഇപ്പൊ കിട്ടത്തില്ല എന്ന് പറയും. ഡെഫിനറ്റ്ലി നമ്മൾ തീരുമാനം എടുക്കുന്നു, ലോൺ നമുക്ക് വേണ്ട അല്ലെ.
തിരിച്ചു സംഭവിക്കും, മാർജിൻ റിക്വയർമെന്റ്സ് കുറയ്ക്കുമ്പോൾ ലോൺ എമൗണ്ട് അവിടെ ബാങ്ക് കൂടുതൽ നിങ്ങൾക്ക് തരാൻ റെഡി ആകുന്നു. സോ യു മൈറ്റ് ബി വെരി വെരി ഹാപ്പി, സോ മച്ച് ഹാപ്പി ടു ടേക്ക് ലോൺസ് ഫ്രം ദ ബാങ്ക്. അവിടെ ബോറോയിങ് കൂടുന്നു, ഇറ്റ് വിൽ ബി എൻകറേജിങ് ബോറോയിങ്. ഓക്കെ, അപ്പൊ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ അടുത്ത ടൂളിലേക്ക് പോവാണ്. ദിസ് ഇസ് കോൾഡ് റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ RBI വുഡ് ബി കമ്മിങ് വിത്ത് സം റെസ്ട്രിക്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ക്രെഡിറ്റ്. എസ്പെഷ്യലി നമ്മുടെ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ ലോൺ എടുക്കില്ലേ, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ വെഹിക്കിൾ ലോൺ, കാർ ലോൺ കാർ ഇസ് എ ഡ്യൂറബിൾ ഗുഡ് അല്ലെ. ഇന്ന് നമ്മൾ കാർ വാങ്ങിച്ചു, നാളെ നമ്മൾ ആ കാർ വിൽക്കുന്നില്ല. നമ്മൾ കാർ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്, കുറച്ച് വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുറെ വർഷങ്ങൾ എത്രമാത്രം ഡ്യൂറേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രയും പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. സോ ഈ ഡ്യൂറബിൾ ഗുഡ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് നമുക്ക് ലോൺ തരും, കാർ ലോൺ തരും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ചില സമയത്ത് നമ്മുടെ RBI നോക്കുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അപ്പൊ ഇനി ഇവർക്ക് ലോണും കൂടെ കിട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വീണ്ടും സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. സോ ദിസ് വുഡ് ബി ക്രിയേറ്റിംഗ് പ്രോബ്ലം. മണി സപ്ലൈ ഓൾറെഡി ഇക്കോണമിയിൽ നല്ല കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നമ്മുടെ RBI വിചാരിക്കുകയാണ് വി ഹാവ് ടു ഇമ്പോസ് സം റെസ്ട്രിക്ഷൻസ്. ഈ കാർ ലോൺ പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്യൂറബിൾ ഗുഡ്സ് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ചാൽ, ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചാൽ എന്ത് ചെയ്യും, അതായത് ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടത്തുള്ളൂ എന്ന് പറയാം. ഡെഫിനറ്റ്ലി ഇത് ആൾക്കാർ ലോൺ ഡിമാൻഡ് ചെയ്യുന്നതിനെ കുറയ്ക്കും. ഇൻഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മുടെ RBI ഇങ്ങനെ എടുക്കുന്നത്. ഓക്കെടോ, കാരണം ഓൾറെഡി ഇൻഫ്ലേഷൻ ഒക്കെ ആവുമ്പോൾ മണി സപ്ലൈ കൂടുതലാണ്. അപ്പൊ ഇൻഫ്ലേഷൻ സമയത്ത് നമ്മുടെ RBI എന്താണ് ചെയ്യുന്നത്, ഇവിടെ ഒരു റെഗുലേഷൻ കൊണ്ടുവരാണ്. കൺസ്യൂമർ ക്രെഡിറ്റിൽ നല്ല രീതിയിലൊരു റെഗുലേഷൻ കൊണ്ടുവരാണ്. അപ്പൊ ആൾക്കാരുടെ ഡിമാൻഡ് കുറയും. കാരണം ഇന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ ഞാൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് ലോൺ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഓക്കെ എന്നാൽ ഇപ്പൊ ലോൺ വേണ്ട. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവര് ബാങ്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുസരിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നമ്മൾ വിചാരിക്കും എന്നാ ഇപ്പോൾ ലോൺ എടുക്കണ്ട എന്ന് നമ്മൾ വിചാരിക്കും. സോ സെൻട്രൽ ബാങ്ക് വുഡ് ബി ഇൻക്രീസിങ് ദ റിക്വയർഡ് ഡൗൺ പേയ്മെന്റ്. ചില സമയത്ത് സെൻട്രൽ ബാങ്ക് പറയും, ഇപ്പൊ നമ്മൾ EMI വെച്ചിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമല്ലേ. അപ്പോ സെൻട്രൽ ബാങ്ക് പറയും, നിങ്ങൾ കമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് പറയും ഓക്കെ ആൾക്കാരോട് പറയുക നിങ്ങൾ ഇനീഷ്യലി ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അടയ്ക്കുന്ന ഡൗൺ പേയ്മെന്റ് ഉണ്ടല്ലോ, അതായത് സാധനം വാങ്ങുമ്പോൾ ആദ്യം അടയ്ക്കുന്ന പേയ്മെന്റ്, EMI എടുക്കുമ്പോൾ ആദ്യം അടയ്ക്കുന്ന പേയ്മെന്റ്, ഈ ഒരു പേയ്മെന്റ് അങ്ങ് കൂട്ടി വെക്കുക. ഒരു ഹൈ എമൗണ്ട് ഇപ്പൊ അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ. പിന്നെ മാസം നിങ്ങൾക്ക് ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് തുക നിങ്ങൾക്ക് അടയ്ക്കാം. പക്ഷെ ആദ്യം നിങ്ങൾ ഒരു വലിയ എമൗണ്ട് അടയ്ക്കണം. ലേറ്റർ ഓൺ നിങ്ങൾക്ക് വരുന്ന മാസങ്ങളിൽ കുറഞ്ഞ ഒരു എമൗണ്ട് ഒരു ഈക്വൽ എമൗണ്ട് ആക്കി എല്ലാ മാസങ്ങളിലും അടയ്ക്കാം ഇത് പറയും. അപ്പൊ ആദ്യം വലിയ എമൗണ്ട് അടയ്ക്കാൻ കയ്യിൽ പൈസ വേണ്ടേ. ആൾക്കാർ വിചാരിക്കും ഓക്കെ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു പർച്ചേസ് ഐറ്റം, ഈ ഐറ്റം ഇപ്പൊ വാങ്ങാത്തതാണ് നല്ലതെന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ RBI എടുക്കുന്ന തീരുമാനമാണ് they might be shortening the repayment period. ഒരു ലോൺ എടുത്തിട്ട് അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാവകാശം നമുക്ക് തരത്തില്ല, അതങ്ങ് കുറയ്ക്കും. ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ ലോൺ തിരിച്ചടയ്ക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുക്കാനുള്ള ടെൻഡൻസി കൂടുമോ കുറയുമോ? ഈ ഷോർട്ട് ഡ്യൂറേഷനുള്ളിൽ നിങ്ങൾ പൈസ അഡ്ജസ്റ്റ് ചെയ്ത് ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇതിന്റെ പുറകെ വരും. അപ്പോ യു മൈ തിങ്ക് ഓക്കെ വൈ ഷുഡ് ഐ ടേക്ക് ഓൾ ദീസ് അൺനെസസറി ട്രബിൾ, ബെറ്റർ നോട്ട് ടു ടേക്ക് എ ലോൺ അല്ലെ. അപ്പൊ ഇതൊക്കെ വരുന്നത് ഇൻഫ്ലേഷൻ സമയത്താണ്. റെസഷൻ സമയത്ത് ഇത് തിരിച്ചു വരും. RBI പറയും ഓക്കെ ആൾക്കാർക്ക് ലോൺ കൊടുക്കൂ, ആൾക്കാരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും ഒക്കെ പൈസ കൊടുക്കൂ, ആൾക്കാരൊന്ന് സാധനം ഡിമാൻഡ് ചെയ്തോട്ടെ, റീപേയ്മെന്റ് ഡ്യൂറേഷൻ ഒക്കെ കൂട്ടൂ, ഡൗൺ പേയ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ കൂട്ടിക്കോളൂ. കാരണം ആൾക്കാരുടെ കയ്യിൽ എങ്ങനെയെങ്കിലും പൈസ വരണം, ആൾക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് സാധനം ഡിമാൻഡ് ചെയ്ത് കിട്ടിയാൽ മതി, ആൾക്കാർ സ്പെൻഡ് ചെയ്യാനായിട്ട് അവരോട് പറയും എന്ന് പറയും. ഓക്കെ സോ അഗൈൻ
ഇൻഫ്ലേഷൻ സമയത്ത് കാര്യങ്ങൾ എങ്ങനെയാണോ RBI തീരുമാനം എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും RBI റെസഷൻ സമയത്ത് കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. മനസ്സിലാക്കിക്കോളണം. അടുത്ത നെക്സ്റ്റ് ടൂൾ ദാറ്റ് വി ഹാവ് ഹിയർ ഇസ് കോൾഡ് ക്രെഡിറ്റ് റേഷനിങ്. അതായത് നമ്മുടെ RBI എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ RBI would be fixing the maximum limit of loans that commercial banks would be granting to some specific sector. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് സെക്ടറിന് നമ്മുടെ RBI അങ്ങ് എടുക്കും. ഫോർ എക്സാമ്പിൾ ബിസിനസ്, നല്ല ഹൈ ക്ലാസ് ബിസിനസ്സിലേക്കുള്ള ലോൺ ലെൻഡിങ് RBI പറയും ഇത്ര എമൗണ്ട് കൂടുതൽ ലോൺ അവിടെ കൊടുക്കണ്ട. ഒരു റേഷൻ ആണ് അവിടെ ഫിക്സ് ചെയ്യുന്നത്, ഒരു സീലിംഗ് ആണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ആര്? നമ്മുടെ RBI. അഗൈൻ ഇൻഫ്ലേഷൻ സമയത്താണ് സംഭവിക്കുന്നത്. ഇത്ര എമൗണ്ട് കൂടുതൽ ലോൺ അവിടെ കൊടുക്കണ്ട. അപ്പോ ഇൻഫ്ലേഷൻ സമയത്ത് മാത്രമല്ല സംഭവിക്കുന്നത്, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പൊ ചില എക്സ്ട്രാ സിറ്റുവേഷൻസിലും സ്പെഷ്യൽ സിറ്റുവേഷൻസിലും നമ്മുടെ RBI ഇങ്ങനെ സെൻട്രൽ ബാങ്കിന് നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിനോട് പറയാറുണ്ട്. അത് എപ്പോഴാണ്? ചില സമയത്ത് നമ്മുടെ RBI നോക്കുമ്പോൾ നമ്മുടെ ഈ കമേഴ്ഷ്യൽ ബാങ്ക്സ് വെറുതെ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസിന്, ഒരു ഉപയോഗവും ഇല്ലാത്ത ആക്ടിവിറ്റീസിലേക്ക് ലെൻഡിങ് നടത്തുന്നതായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ഒരുപാട് സ്പെക്യുലേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉള്ള ആക്ടിവിറ്റീസിലേക്ക് ലെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഭയങ്കര റിസ്ക് ഉള്ള ആക്ടിവിറ്റീസിലേക്ക് ലെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. നമ്മുടെ സെൻട്രൽ ബാങ്ക് നോക്കുമ്പോൾ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാങ്ക് അടച്ചു പൂട്ടേണ്ടി വരും എന്നുള്ളത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം സെൻട്രൽ ബാങ്ക് തന്നെ ഡെവലപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി അങ്ങനെയല്ലേ. ഈ റിസ്കി ആയിട്ടുള്ള ഏരിയയിലോട്ട് കൂടുതൽ ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ റിസ്കി ആയിട്ടുള്ള ഏരിയ തകർച്ചയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ അതിഭയങ്കരമായിട്ടുള്ള ബാങ്കിങ് ക്രൈസിസ് വരും. നമ്മുടെ US എക്കോണമിയിൽ 2008 വന്ന് സംഭവിച്ച ഇതുപോലത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് യാതൊരു താല്പര്യവും ഇല്ല. അപ്പോ എന്താ സംഭവിക്കുന്നത്? ക്രെഡിറ്റ് റേഷനിങ് കൊണ്ടുവരപ്പോ ചില സെക്ടേഴ്സിലോട്ട് നമ്മുടെ ലെൻഡിങ്, കമേഴ്ഷ്യൽ ബാങ്കിന്റെ ലെൻഡിങ് വേണ്ട എന്ന് RBI തീരുമാനമെടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സിനെ പ്രാപ്തരാക്കി എടുക്കാനായിട്ടാണ് ഈ ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്ന ടൂള് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് റിസ്ക് കുറയ്ക്കാനും കൂടെ നമ്മളെ സഹായിക്കും. ഓക്കെ, നമ്മുടെ ബാങ്കിങ് സെക്ടറിനെ സഹായിക്കും. ഇനി there is something called moral suasion. അതായത് ചില സമയത്ത് നമ്മുടെ സെൻട്രൽ ബാങ്ക് നോക്കുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ സെൻട്രൽ ബാങ്ക് വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തും. ഓഡിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ കമേഴ്ഷ്യൽ ബാങ്ക് എങ്ങനെയാണ് അവരുടെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, എത്ര ലോൺ കൊടുത്തിട്ടുണ്ട്, എത്ര പേരിൽ നിന്നും ഡെപ്പോസിറ്റ് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ സ്വീകരിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റ് കവർ ചെയ്യുന്നത്. ഇനി എന്തോരം നോൺ പെർഫോമിംഗ് അസറ്റ്സ് വന്നിട്ടുണ്ട്, ലോൺ കൊടുത്തതിൽ എത്ര പേര് തിരിച്ചടച്ചിട്ടുണ്ട്, എത്ര പേര് സമയത്ത് ഇൻട്രസ്റ്റ് അടച്ചിട്ടില്ല, ഇതൊക്കെ നമ്മൾ സെൻട്രൽ ബാങ്ക് ചെക്ക് ചെയ്യും. അപ്പൊ ചില സമയത്ത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴേക്കും സെൻട്രൽ ബാങ്കിന് കുറെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞ രീതിയിലൊന്നും അല്ലല്ലോ ഈ ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നത്, എവിടേക്കോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കും, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും, സജഷൻസ് കൊടുക്കും. അല്ല, നമ്മള് ബാങ്കിങ് സെക്ടർ ആണല്ലോ, അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമേഴ്ഷ്യൽ ബാങ്ക് ആണല്ലോ, അപ്പോ ആസ് പെർ ദ ഗൈഡ് ലൈൻസ് നമ്മൾ സെൻട്രൽ ബാങ്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ബട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങൾ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് നമ്മുടെ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും. എന്നിട്ട് നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിനോട് പറയും, ഇനി മുതൽ നമ്മൾ പറയുന്ന മോണിറ്ററി പോളിസി ഗൈഡ്ലൈൻസ് ഒക്കെ നിങ്ങൾ അനുസരിക്കണം, യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് അസ്. കാരണം ഡെഫിനറ്റ്ലി നമ്മൾ അപ്പെക്സ് ബാങ്ക് ആണ്, എന്നാൽ കൂടി നമ്മൾ അപ്പെക്സ് ബാങ്ക് ആണ് എന്നുള്ള ഒരു അതോറിറ്റി നമ്മൾ ഇവിടെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഗോ വിത്ത് സം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോ ഒരു മോറൽ അതോറിറ്റി ആയിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആക്ട് ചെയ്യുന്നു, മറ്റു കമേഴ്ഷ്യൽ ബാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. മെയിൻ ആയിട്ടും ഇമെയിൽ അയച്ച് കാര്യങ്ങൾ പറയും, ലെറ്റേഴ്സ് അയച്ച് കാര്യങ്ങൾ പറയും. ഇവര് കമേഴ്ഷ്യൽ ബാങ്കിന്റെ
റെപ്രസെന്റേറ്റീവ്സുമായിട്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് സെൻട്രൽ ബാങ്ക് പറയും. അപ്പൊ നിങ്ങൾ വോളണ്ടറിലി നിങ്ങൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള രീതിയിൽ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് നമ്മുടെ സെൻട്രൽ ബാങ്ക് പറയും. ബിക്കോസ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഷുഡ് ആക്ട് ആസ് പെർ ദ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഓഫ് ദ RBI, അല്ലെ? So to convince a bank to voluntarily restrict some unwanted activities, നമ്മുടെ സെൻട്രൽ ബാങ്ക് വളരെ കൃത്യമായിട്ട് ഇന്റർവ്യൂൻ ചെയ്ത് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. ദിസ് വുഡ് ബി മോറൽ സുവേഷൻ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത്. പക്ഷെ ചില സമയത്ത് നമ്മുടെ സെൻട്രൽ ബാങ്കിന് മനസ്സിലാവും നേരെ ചൊവ്വേ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സോ വി ഹാവ് ടു ഗോ ലിറ്റിൽ മോർ സ്ട്രിക്റ്റ്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, മോറൽ സുവേഷൻ നടത്തിയിട്ട് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. സോ നമ്മുടെ സെൻട്രൽ ബാങ്ക് വുഡ് ബി ലിറ്റിൽ മോർ സ്ട്രിക്റ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഇമ്പോസിങ് സം സ്ട്രിക്ട് പെനാലിറ്റീസ്. സെൻട്രൽ ബാങ്ക് എന്തെങ്കിലും പെനാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പണിഷ്മെന്റ് നമ്മുടെ കൺസേൺ കമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും. അതായത് സെൻട്രൽ ബാങ്ക് പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഈ കമേഴ്ഷ്യൽ ബാങ്കിന് പണിഷ്മെന്റ് കൊടുക്കും. സോ കൺസിസ്റ്റന്റ്ലി നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ കൺസിസ്റ്റന്റ്ലി നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക് ഈ കാര്യങ്ങളൊന്നും അനുസരിക്കുന്നില്ലെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡയറക്റ്റ് ആക്ഷനിലേക്ക് നമ്മുടെ സെൻട്രൽ ബാങ്ക് പോകുന്നത്, വിച്ച് വുഡ് ബി വെരി വെരി സ്ട്രിക്റ്റ്. ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ വരാം. ചില സമയത്ത് അതൊരു പെനാലിറ്റി ആയിരിക്കാം, ചില സമയത്ത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനെ പല ആക്ടിവിറ്റീസിൽ നിന്നും നമ്മുടെ സെൻട്രൽ ബാങ്ക് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യണ്ട, ഇന്ന കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യണ്ട. ദിസ് വുഡ് ബി എക്സ്ട്രീം മെഷർ. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വേറെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ലൈസൻസ് തന്നെ സസ്പെൻഡ് ചെയ്യാം. ലൈസൻസ് തന്നെ എന്നേക്കുമായിട്ട് സസ്പെൻഡ് ചെയ്യാം. ഓക്കെ, അതും ചെയ്യാനുള്ള അതോറിറ്റി നമ്മുടെ സെൻട്രൽ ബാങ്കിനാണ്. Now there would be something called control through directives. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ഈ മോറൽ സുവേഷനുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്. ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഫോർമൽ ആയിട്ടുള്ള റിട്ടേൺ ഓർഡേഴ്സ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും. ഇത് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, അപ്പൊ ഇത് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യണം, ഈ സെൻട്രൽ ബാങ്ക് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കണം. അപ്പൊ ചിലപ്പോ സെൻട്രൽ ബാങ്ക് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം എമൗണ്ട് എങ്കിലും പൈസ ലോൺ ആയിട്ട് കൊടുക്കണം, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു അഗ്രികൾച്ചർ സെക്ടർ. ഇത് നമ്മുടെ പ്രയോറിറ്റി സെക്ടറാണ്, MSME സെക്ടർ നമ്മുടെ പ്രയോറിറ്റി സെക്ടറാണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, ഒരു മിനിമം എമൗണ്ട് എങ്കിലും ലോൺ ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് കമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് പറയും, ഈ റിസ്കി ആയിട്ടുള്ള ഏരിയയിൽ എന്തിനാ വെറുതെ ഇത്രയും പൈസ കൊണ്ടുപോയി ലെൻഡ് ചെയ്യുന്നത്, എന്തിനാ വെറുതെ ഇവർക്കൊക്കെ ഇത്രയും പൈസ ലോൺ കൊടുക്കുന്നത്, റെഡ്യൂസ് ഇറ്റ്. വെറുതെ നിങ്ങൾ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. സോ ജസ്റ്റ് റെഡ്യൂസ് ദ ലെൻഡിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ സെക്ടർ. ഇതൊക്കെ തന്നെ എന്താണ്, സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ്. എവിടെ ലെൻഡ് ചെയ്യണം, എവിടെ ലെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ സെൻട്രൽ ബാങ്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതികളെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മണി സപ്ലൈയെ എഫക്ട് ചെയ്യുക മാത്രമല്ല, ഓവറോൾ ഡെവലപ്മെന്റിലേക്ക് നമ്മുടെ ഇക്കോണമിയെ നയിക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലെറ്റ്സ് കൺക്ലൂഡ് ദ സെഷൻ നൗ. ഇന്ന് നമ്മുടെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. So this will be helping the central bank to fine tune the credit control measures. അല്ലെ? അപ്പോ ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ് ആണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ലോൺ. അപ്പോ ചില സ്പെസിഫിക് സെക്ടേഴ്സിലോട്ട് ലോൺ കൊടുക്കണം, എന്നാൽ മാത്രമേ അത്തരത്തിലുള്ള സെക്ടേഴ്സ് കരകയറി വന്ന് നമ്മുടെ ഇക്കോണമിക്ക് ടോട്ടൽ ഡെവലപ്മെന്റ് ഉണ്ടാകുള്ളൂ. എന്നാൽ ചില പർട്ടിക്കുലർ സെക്ടേഴ്സിൽ ലെൻഡിങ് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാനും പാടില്ല. കാരണം ചില സെക്ടേഴ്സ് പ്രയോറിറ്റി സെക്ടേഴ്സ് ആണ്,
ഇവിടെ നമുക്ക് ലെൻഡിങ് കൂട്ടണം ആൻഡ് ചില സെക്ടേഴ്സ് ഭയങ്കര റിസ്കി സെക്ടേഴ്സ് ആണ്, ഇവിടെ ലെൻഡിങ് കുറയ്ക്കണം. ഇതാണ് നമ്മുടെ ഇന്റൻഷൻ. എന്നാൽ മാത്രമേ ഇക്കോണമി ഒരു ഡെവലപ്മെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ ഇക്കോണമി മൊത്തത്തിൽ തന്നെ ഒരു ക്രൈസിസിലേക്ക് പോകും. ആൻഡ് അവിടെ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ക്രൈസിസ് വുഡ് ബി ബാങ്കിങ് സെക്ടർ ക്രൈസിസ്. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണം. സോ വി ഹാവ് ടു അവോയ്ഡ് ദാറ്റ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നത്. അതർവൈസ് ഡെഫിനറ്റ്ലി ദർ വുഡ് ബി എ ഫെയിലിയർ ഓഫ് ദ entire system, starting with the failure of the banking system. Okay, so that is all for today. Hope you could understand. Thank you.